സ്നോ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ നല്ല ഫ്രഷ് ക്ലീൻ സ്നോ വേണം. അപ്പോൾ സ്നോ പെയ്യുന്ന ടൈമിൽ നമുക്ക് അതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുക്കാം പുറത്ത്. അപ്പോൾ നമുക്ക് ഫ്രഷ് സ്നോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വാനില ഫ്ലേവറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടൻസ്ഡ് മിൽക്ക്. ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് സ്നോ ഐസ്ക്രീമും സ്നോ ഷേക്കും ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. നമ്മുടെ ഫ്രഷ് സ്നോ നമുക്ക് വേറൊരു ബൗളിലോട്ട് നമുക്ക് പകർത്തി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഒറ്റയടിക്ക് കുറേ അങ്ങോട്ട് ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ കുറച്ച് ഒഴിച്ച് പതുക്കെ നമുക്ക് ഇളക്കി ഇത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒത്തിരി സ്പൂണും കൊണ്ട് ഇട്ട് ഉടച്ചു കൊടുക്കരുത്. അങ്ങനെ ഉടച്ചാലും അത് വെള്ളം പോലെ ആയിപ്പോവും. ഇപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു പരുവമാണ്. ഇനി അതിലോട്ട് നമുക്ക് ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാനില ഫ്ലേവറും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മക്കൾ കുറേ നേരമായി അവർക്ക് മിക്സ് ചെയ്യണമെന്നും പറഞ്ഞ് ചോദിക്കണേ. അപ്പോൾ ലാസ്റ്റത്തെ ആ മിക്സ് ചെയ്യൽ ഞാൻ അവർക്ക് അതങ്ങോട്ട് കൊടുത്തു. അവർക്കൊരു രസമായിക്കോട്ടെ. അവരുടെ സ്നോ ഐസ്ക്രീം അവർക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഫണ്ണായിക്കോട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോണിലോട്ട് പകർത്താം. ഐസ്ക്രീം കോണിലോട്ടോ അല്ലെങ്കിൽ ബൗളിലോട്ടോ പകർത്തിയിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് പിള്ളേർക്ക് കൊടുക്കാവുന്നതാണ്. വലിയ ആൾക്കാർക്കും ഇത്, പിള്ളേർക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഇത് നന്നായിട്ട് ഇഷ്ടമാവും. എൻ്റെ മക്കൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് സ്നോ ഐസ്ക്രീം. കണ്ടില്ലേ, ഇളയ കുട്ടി സ്പൂൺ പോലും ഇല്ല, അത് സ്പൂൺ എടുക്കും മുമ്പേ കൈ കൊണ്ട് വാരി കഴിക്കാനായിട്ട് തുടങ്ങി. സ്പൂൺ കിട്ടിയിട്ടുണ്ട്. അവൾക്കും ഇഷ്ടമായിട്ടുണ്ട്, നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. 2 പേർക്കും ഇഷ്ടമായി. ഇത് സ്നോ ഡേയിലുള്ള കുട്ടിപ്പിള്ളേരുടെ ഒരു ഫൺ ആക്ടിവിറ്റിയും കൂടിയാണ്. ഇനി സ്നോ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ സ്നോ ഐസ്ക്രീം കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് പുറത്തിങ്ങനെ വെക്കുക. അതിനുശേഷം 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് സ്പൂണും കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ അതൊരു വെള്ളം പോലെ ആകും. അത് വീഡിയോയിൽ, ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് സ്പൂണും കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. എന്നിട്ട് അത് ഗ്ലാസ്സിലോട്ട് പകർത്തി ഒരു സ്ട്രോ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നോ ഷേക്ക് റെഡി. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ സ്നോ ഷേക്ക് എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമുക്ക് ഈ ബേക്കറിയിൽ നിന്ന് അല്ലെങ്കിൽ ജ്യൂസ് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ ഐസ്ക്രീം ഷേക്കില്ലേ, വാനില ഐസ്ക്രീം ഷേക്ക്, അപ്പോൾ അതിൻ്റെ അതേ ടേസ്റ്റാണ് എനിക്ക് തോന്നിച്ചത്. ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത സ്നോയ്ക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. പിള്ളേരുള്ള വീട്ടിലാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. അവരുടെ ഇത് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് ഇതിപ്പോൾ 2ാമത്തെ റൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ.